യോസഫിന്റെ ലൈഫ് നമ്മൾ പഠിക്കുമ്പോൾ സഹോദരന്മാർ അവനെ വിൽക്കുകയാണ്, അടിമയായിട്ട് വിൽക്കുകയാണ്. മകന്റെ രക്തമാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ താൻ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്ത ആ വസ്ത്രത്തിൽ ആടിന്റെ രക്തത്തെ പുരട്ടിയിട്ട് അപ്പന്റെ കരത്തിലേക്ക് സഹോദരന്മാർ ആ വസ്ത്രത്തെ കൊടുക്കുമ്പോൾ the mistake what he did was he failed to recognize it was the blood of the lamb, not the blood of Joseph. ഇന്നും ലോകം ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാതിരിക്കുന്നതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ തെറ്റ്. ആ രക്തത്തിന് നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ച് ഒരു അറിവില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ അവനെ റിജക്റ്റ് ചെയ്യുന്നത്. ഇവിടെ യോസഫിൻ്റെ ലൈഫിൽ സംഭവിച്ചതാണ്. യോസഫിൻ്റെ രക്തമാണ് എന്ന് കരുതി ആടിൻ്റെ രക്തമാണ് ഈ യോസഫിൻ്റെ രക്തമല്ല എന്ന് തിരിച്ചറിയാതെ വന്നപ്പോൾ മകനെ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ലൈഫിൽ രക്ഷ നഷ്ടപ്പെടുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാതിരിക്കുമ്പോഴാണ്. യേശുവിൻ്റെ രക്തത്തിന് നമ്മളെ സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയും. നിങ്ങൾ എത്ര വലിയ പാപി എന്ന് പറഞ്ഞാലും ബൈബിൾ പറയുന്നു, നിന്റെ പാപം രക്താംബരം പോലെ കടും ചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിപ്പാൻ യേശുവിൻ്റെ രക്തം മതിയായതാണ്.